ഹലോ മച്ചന്മാരെ, കഥകളുടെ മായാലോകത്തിലോട്ട് എൻ്റെ എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. ഗെയിം ഓഫ് ത്രോൺ സീസൺ 1 എപ്പിസോഡ് നമ്പർ 2 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബ്രാൻ മുകളിൽ നിന്ന് തള്ളിയിടുകയും ബ്രാൻ്റെ ബോധം പോകുന്നതും കണ്ടാണ് ആ എപ്പിസോഡ് അവസാനിച്ചത്. ഈ എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ബ്രാൻ ആ പേര് പറയുമോ, ആരാണ് തള്ളിയിട്ടെന്നൊക്കെ പറയുമോ, നമുക്ക് വഴിയെ നോക്കാം. ഇതേ സമയത്ത് ദൊത്രാക്കികളുടെ സൈന്യത്തിനെ കാണിക്കുന്നത് നമ്മുടെ ഡെനീരിയസിൻ്റെ വിവാഹം ചെയ്തിട്ട് ഡെനീരിയസിനെയും കൊണ്ട് അവർ നാട്ടിലോട്ട് പോവുകയാണ്. ഇതേ സമയത്ത് ഡേനീരിസിൻ്റെ അച്ഛൻ്റെ ഒരു സഹായി അവൾക്കൊരു മരക്കഷ്ണം കൊടുക്കുകയായിട്ട് പറയുന്നുണ്ട്. ഇവർ മരക്കഷ്ണങ്ങളും ഇതുപോലത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത്, ഇവർ ഭക്ഷണമേ കഴിക്കാറില്ല, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുമെന്ന് ഡെനീരീസിൻ്റെ അടുത്ത് ഡെനീരീസിൻ്റെ അച്ഛൻ്റെ ആ ഒരു സഹായി പറയുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ നാട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഡെനീരീസിന് വലിയ താല്പര്യമൊന്നുമില്ല പോകാൻ വേണ്ടി. പക്ഷേ ഡെനീരീസിൻ്റെ ചേട്ടൻ, അതായത് ഈ ഒരു ഡൊത്താക്കിയുള്ള സൈന്യത്തെ വേണം, കാരണം ഇവരെ രാജ്യം നഷ്ടപ്പെട്ട രാജ്യം തിരിച്ച് പിടിക്കാൻ വേണ്ടി ഈ സൈന്യത്തെ വേണമെന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഡെനീരീസിന് വിവാഹം ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇതേ സമയത്ത് അച്ഛൻ്റെ സഹായിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെ നിന്ന് സീൻ നേരെ കട്ടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ആ കുള്ളനെയാണ്. കുള്ളനാണെങ്കിൽ ഒരു ഇങ്ങനെ കാളത്തൊഴുത്തിലൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ജോഫ്രി, അതായത് രാജ്ഞിയുടെ മകൻ വന്നിട്ട് വിളിക്കുകയാണ്, നിങ്ങൾ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇതേ സമയത്ത് കുള്ളൻ പറയുകയാണ്, ആ പയ്യൻ വീണ സമയത്ത് നീ എന്നെ അവിടെ കണ്ടില്ലല്ലോ, നീ അവരോട് പോയി പറയണമെന്ന് പറയുമ്പോൾ ഞാൻ പോയി ഒന്നും പറയില്ല എന്ന് പറയുമ്പോൾ തന്നെ ജോഫ്രിയുടെ മോന്തൊക്കെ ഒരു അടി കൊടുക്കുകയാണ്. നമ്മുടെ ബ്രാൻ വീണ സമയത്ത് ഇവനവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് വീണ്ടും ഒരെണ്ണം കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആ കുള്ളൻ അവിടെ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതേ സമയത്ത് ആ കുള്ളൻ പറയുന്നുണ്ട്, അവൻ ഇതുവരെ മരിച്ചിട്ടില്ല, അവനിക്ക് ബോധവും വന്നിട്ടില്ല, പക്ഷേ അവൻ ബോധം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ചെറുക്കനോട് ഇത് ആരാ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് കാണണം. അപ്പോൾ രാജകുമാരി ഒന്നും അറിയാത്ത, അവനെ ചെയ്ത ആരായാലും നമുക്ക് അവനെ ശിക്ഷിക്കണമെന്നൊക്കെ പറയുകയാണ്. ശരിക്കും രാജകുമാരിയുടെ സഹോദരനും കൂടിയാണ് ഇത് ചെയ്തത്. ഇവർ സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് അത് കണ്ടതും കൊണ്ടും കൂടിയാണ് അവനെ നേരെ താഴത്തോട്ട് തള്ളിയിട്ട് ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ഇതേ സമയത്ത് നൈറ്റ് വാച്ചിലോട്ട് പോകുന്നത് കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് ബ്രാനെയാണ് കാണിക്കുന്നത്. ബ്രാനാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇങ്ങനെ ബോധമില്ലാണ്ട് കിടക്കുകയാണ്. ഇതേ സമയത്ത് രാജകുമാരി അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, എനിക്ക് വളരെയധികം വിഷമമുണ്ട് ഇവനിക്ക് ഇങ്ങനെ സംഭവിച്ചതിന്, ആരായാലും ഈ ക്രൂരത കാണിച്ചത് അവനൊരിക്കലും നമ്മൾ വെറുതെ വിടില്ല എന്നൊക്കെ ഈ രാജകുമാരി പറയുകയാണ്. ശരിക്കും ഇവള് തന്നെയാണ് നമ്മുടെ ബ്രാനെ താഴ്ത്തോട്ട്, അതായത് ആ തള്ളിയിടാനുള്ള കാരണം ഇവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണ്, ഇവർ കണ്ടതുകൊണ്ട് ആരോടും പറയാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇവന് മുകളിൽ നിന്ന് താഴ്ത്തോട്ട് തള്ളിയിട്ട് കേട്ടോ. ആ രാജകുമാരിയുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളോട് വന്നതിന് വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയുകയാണ്. അവിടെ നേരെ സീൻ കട്ടായിട്ട് കാണിക്കുക നമ്മുടെ സ്റ്റാർക്കിൻ്റെ ഏറ്റവും മൂത്ത മകനെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ജോൺസിനോട് പറയുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, ബ്രാൻ ഓക്കെ ആവും, നീ നേരെ നൈറ്റ് വാച്ചിലോട്ട് പൊക്കോ എന്നൊക്കെ പറയുകയാണ്. അവനെ സമാധാനിപ്പിക്കുകയാണ്. നിനക്ക് അതിനുള്ള കഴിവല്ലാണ്, നൈറ്റ് വാച്ച് എന്തായിരിക്കുമെന്ന് നമുക്ക് വഴിയെ കണ്ട് പറയാം കേട്ടോ. അങ്ങനെ ആ ഒരു കാലിലൊക്കെ സംസാരിച്ച് നമ്മുടെ ബ്രാൻ, അതായത് നമ്മുടെ ജോൺസ്നോനെ ശരിക്കും സന്തോഷിപ്പിക്കുകയാണ് നമ്മുടെ സ്റ്റാർക്കിൻ്റെ മൂത്ത മകൻ. അങ്ങനെ കൈയൊക്കെ കൊടുക്കുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, അവൻ പെട്ടെന്ന് ഓക്കെ ആയിക്കോളുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ജോൺസ്നോക്കും ശരിക്കും സന്തോഷമാവുകയാണ്. ആ ഒരു സീൻ കട്ടായിട്ട് നേരെ കാണിക്കുന്നത് നമ്മുടെ ആര്യയാണ് കാണിക്കുന്നത്. സ്റ്റാർക്കിൻ്റെ ഒരു മകള് തന്നെയാണ്. അങ്ങനെ ആര്യ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്ന സമയം ജോൺസ്നോ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ജോൺസ്നോ ഒരു വാള് അവൻ്റെ കൈ, അതായത് നമ്മുടെ ആര്യയുടെ കൈ കൊടുക്കുന്നുണ്ട്. കാരണം ആര്യ ഇങ്ങനെ യുദ്ധം ചെയ്യാനും ഇങ്ങനെ പോരാളിക്കൊക്കെ പോകാൻ ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് ഒരു വാള് കൊടുക്കുകയാണ്. നമ്മുടെ ആര്യ വളർത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും. അങ്ങനെ ഒരു വാൾ കൊടുക്കുന്ന സമയത്ത് നീ ഇതിനൊരു പേരിടണമെന്ന് പറയുമ്പോൾ നീഡിലെന്ന് നമ്മുടെ ആര്യ പേരിടുകയാണ് കേട്ടോ. ആര്യയും നമ്മുടെ സ്റ്റാർക്കിൻ്റെ ഒപ്പം ആ രാജ്യത്തോട്ട് പോവുകയാണ്. കാരണം കിങ് ഹാൻഡ് ആയിട്ട് പോവുകയാണ് നമ്മുടെ സ്റ്റാർക്ക്. ഇതേ സമയത്ത് നമ്മുടെ ജോൺസ്നോ അടുത്തായിട്ട് കാണാൻ വരുന്നത് നമ്മുടെ ബ്രാൻഡിനെയാണ്. പക്ഷേ ബ്രാൻ്റെ അമ്മക്ക് ഒട്ടും ഇഷ്ടമല്ല, കാരണം ബ്രാൻ്റെ അമ്മയല്ല ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ബ്രാൻ്റെ അടുത്ത് പറയുകയാണ്, നീ വിഷമിക്കേണ്ട, നീ എപ്പോഴെങ്കിലും റെഡി ആയി കഴിഞ്ഞാൽ നിന്നെ ഇത് ആരാ ചെയ്തതെന്ന് വെച്ചാൽ നീ എന്നോട് പറയണം, നിനക്കൊരു ചേട്ടനുണ്ട്, ചേട്ടൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെയാണ്, നീ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ബ്രാൻഡൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് അവളുടെ അമ്മ പറയുന്നുണ്ട്, നീ ഒന്ന് ഇവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയുകയാണ്. അത് നമ്മുടെ സ്റ്റാർക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് സ്റ്റാർക്കിൻ്റെ ഭാര്യ പറയുകയാണ്, എവിടെന്നോ കൊണ്ടെന്നോ തന്നെയാണ് ഇവൻ, അതിനൊന്നും ഞാൻ ഇങ്ങോട്ട് ചോദിച്ചിട്ടില്ല, ഇപ്പം നിങ്ങളും ഇവിടെ നിന്ന് പോവുകയാണ്, ഇവൻ ഈ വയ്യാത്ത ഇവനിട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർക്ക് പറയാൻ നിയമമാണ്, എനിക്കത് മാറ്റാൻ പറ്റില്ല, ഞാൻ രാജാവിൻ്റെ കൂടെ പോയേ പറ്റുമെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ സ്റ്റാർക്ക്. അങ്ങനെ ഓരോ കാലൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ സീൻ കട്ടായിട്ട് നമ്മുടെ ജോൺസ്നോണെങ്കിൽ നേരെ നൈറ്റ് വാച്ചിലോട്ട് പോവുകയാണ്. അങ്ങനെ മൂത്ത സഹോദരനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രാജാവിൻ്റെ സ്ഥലത്തോട്ട് പോകുന്ന ഒരു സൈന്യവും ബാക്കി
നൈറ്റ് വാച്ചിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ഒരു പോയിന്റിൽ വെച്ച് അവർ രണ്ടുപേരും എതിർദിശയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജോൺസൺ ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മ ആരാന്ന് നിങ്ങൾക്ക് അറിയാമത് ആരെന്ന് പറഞ്ഞു തരാൻ പറയുമ്പോൾ നമ്മൾ സ്റ്റാർക്ക് പറയുകയാണ്, അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ കാണുമ്പോൾ ഉറപ്പായിട്ടും അത് ഞാൻ പറഞ്ഞു തരുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് പോവുകയാണ്. അങ്ങനെ രാജാവിൻ്റെ അവിടെ തമ്പടിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും രാജാവ് ചോദിക്കുകയാണ്, നിനക്ക് ഒരു സ്ത്രീയായിട്ട് ഒരു ഇഷ്ടത്തിലുണ്ടായില്ല, അതിലുണ്ടായ മോനല്ലേ ജോൺസ്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സ്റ്റാർക്ക് പറയുകയാണ്, അത് എൻ്റെ കാര്യമല്ലേ, നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് അവർ രാജാവ് ചോദിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ദൊത്രാക്കികളുടെ സൈന്യത്തെ കൂട്ടി അവൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊരിക്കലുമില്ല എന്ന് സ്റ്റാർക്ക് പറയുകയാണ്. ദൊത്രാക്കികൾ ഒരിക്കലും കടൽ കടന്ന് വരികയില്ല. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, അവർ കടൽ കടന്ന് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് ഒരാൾ പോലും തിരിച്ചു പോകില്ല. കാരണം സ്റ്റാർക്ക് നമ്മൾ വിചാരിക്കുന്ന കൂട്ടത്തെ ഒരാളല്ല എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ദൊത്രാക്കി നമ്മുടെ ഡെനേരിസിനെ എടുത്തിട്ട് പൊതിക്കുകയാണ് കേട്ടോ. അങ്ങനെ നൈറ്റ് വാച്ചിലോട്ട് പോകുന്ന ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് വിശ്രമിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ജോൺസൺ ചോദിക്കുന്നത് ആ കുള്ളനെ നീ എപ്പോഴും ബുക്ക് വായിക്കുകയാണ്, എന്താ ബുക്ക് വായിക്കുന്നത്? അതൊന്നുമല്ല, എൻ്റെ ബുദ്ധിയും എൻ്റെ സഹോദരൻ്റെ ശക്തിയുമാണ് അടുത്ത രാജ്യം ഭരിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുകയാണ്. എന്നിട്ട് ആ കുള്ളൻ പറയുന്നുണ്ട്, എനിക്ക് രാജാവിൻ്റെ ഒരിതായതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്നൊക്കെ എപ്പോഴും ആൾക്കാർ കൊന്നു കളഞ്ഞതെന്ന് അവൻ പറയുകയാണ്. ശരിക്കും സത്യമാണത്. ഇവനെ ഒരു കുടുംബത്തിലുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ ജോൺസ്നോയുടെ അടുത്ത് ഓരോ കാലമൊക്കെ ചോദിക്കുന്നത്, അവനിങ്ങനെ കുറേ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കണം, നമ്മൾ പലരും ചവിട്ടി താത്താനുണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾ മനസ്സിൽ വെക്കരുത്, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതൊക്കെ എത്തിപ്പിടിക്കണമെന്ന് അവനിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ജോൺസ്നോ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ജോൺസ്നോ നൈറ്റ് വാച്ചിലോട്ട് പോകുന്നതൊക്കെ നമുക്ക് വഴിയെ നോക്കാം കേട്ടോ. അങ്ങനെ അവിടെ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ബ്രാൻ്റെ അമ്മയാണ്, സ്റ്റാർക്കിൻ്റെ വൈഫിനെയാണ്. ഒരാൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ കുറേ ദിവസമായാലും വന്നിട്ട് കുറേ കേസ് പെൻഡിങ്ങിലാണ്, നിങ്ങൾ അങ്ങോട്ട് വന്നേ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രാൻ്റെ അമ്മ പറയുകയാണ്, എനിക്കിപ്പോൾ അതിനൊന്നും സമയമില്ല, എനിക്കെൻ്റെ മകൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് സ്റ്റാർക്കിൻ്റെ ഏറ്റവും മൂത്ത മകൻ വന്നിട്ട് ഇയാളോട് പറയുകയാണ്, ഞാൻ വന്നാൽ പോരെ, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് എല്ലാ കാര്യം അറേഞ്ച് ചെയ്ത് വെക്ക്, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ്. അങ്ങനെ അവൻ, അതായത് ആ മുട്ടയാണെങ്കിൽ ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഒരു ലീഡർ പോലെ തന്നെയാണ് ആ ഒരു സ്ഥലത്ത്. അങ്ങനെ അവിടെ നിന്ന് സീൻ കട്ടായിട്ട് കാണിക്കുന്നത് നമ്മുടെ സ്റ്റാർക്കിൻ്റെ ഭാര്യനെ ആക്രമിക്കുകയാണ്. വേറൊന്നിനുമല്ല, നമ്മുടെ ബ്രാനെ കൊല്ലാൻ വേണ്ടിയാണ്. കാരണം ബ്രാന് അത് ആരായിരിക്കും നമുക്കറിയാം, അതായത് ആ രാജ്ഞിയെ തന്നെയാണ്. അങ്ങനെ ബ്രാനെ കുത്താൻ പിടിക്കുന്ന കത്തിയിൽ അവളിനെ കൈവ പിടിച്ചിന് വെക്കുകയാണ്. അവളുടെ കൈയൊക്കെ മുറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളെ തള്ളി താഴ്ത്തിയിട്ട് നേരെ കുത്താൻ വരുമ്പോൾ നമ്മുടെ ബ്രാൻ്റെ ചെന്നായ അവൻ്റെ ഹൃദയം കടിച്ചെടുത്ത് അവനെ അങ്ങോട്ട് കൊന്നു കളയുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബ്രാൻ്റെ അടുത്ത് പോയിട്ട് ആ ചെന്നാങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവൻ്റെ അമ്മക്ക് സമാധാനമാവുകയാണ്, ഒരാളെങ്കിലും ഇവനെ രക്ഷിക്കാനുണ്ടല്ലോ എന്നോർത്ത്. അവൻ ഡെനേരിസിനാണ് കാണിക്കും. ഡെനേരിസിന് കുറേ തോഴികളൊക്കെ ഉണ്ട്. അങ്ങനെ അതിലൊരു തോഴിയാണ് ഈ ഡ്രാഗൺ മുട്ടയുടെ കാര്യത്തേക്ക് സംസാരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെനേരിസിന് അവളെ ശരിക്കും ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ അവളത് കുറേ കാലമൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി 2 തോഴികളെയും പറഞ്ഞു വിടുകയാണ്, നിങ്ങൾ പൊക്കോ, എനിക്ക് ഇവിടെ മാത്രം മതിയെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ 2 പോയി കഴിയുമ്പോൾ നമ്മുടെ ഡെനേരിസ് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആണുങ്ങളെ മഴക്കെടുക്കുന്നത്? കാരണം ആ ഇരിക്കുക നമ്മൾ ശരിക്കും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, അവൾക്ക് ആണുങ്ങളെയൊക്കെ മയക്കാൻ അറിയാം. അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ നിന്നെ ഇതെല്ലാം പഠിപ്പിച്ച് തരാമെന്ന് പറയുകയാണ് കേട്ടോ. ഡെനേരിസിന് ശരിക്കും സന്തോഷമാവുക. ഡെനേരിസ് ആ ഡ്രാഗൺ മുട്ടയിലോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും ആ ഡ്രാഗൺ മുട്ട വിരിയോ അതോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വഴിയെ തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് എന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ആ കുളനെയാണ് കാണിക്കുന്നത്. അവൻ നേരെ നൈറ്റ് വാച്ചിലോട്ട് വന്നിരിക്കുകയാണ്. എന്താണ് നൈറ്റ് വാച്ച് നമുക്ക് നോക്കാം. വലിയൊരു മതിലാണ്. ആ മതിൽ കാണുമ്പോൾ ജോൺസ്നോയൊക്കെ ശരിക്കും എന്താ അത്ഭുതപ്പെട്ട് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ആരോ അവനെ കൊല്ലാൻ വന്നത് എന്ത് കാരണത്താലാണ് മകൻ സ്വയം വീണതല്ല എന്ന് മനസ്സിലാവുകയും അവൻ വീണ ടവറിൻ്റെ മുകളിലോട്ട് കയറി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഒരു സ്ഥലം മാത്രം ഇങ്ങനെ കുറേ കരിയിലകളൊക്കെ മാറി കിടക്കുകയാണ്. അങ്ങനെ അവൻ്റെ അമ്മ അവിടെ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടുന്ന് ഒരു മുടി അവൾക്ക് കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ അവൾക്ക് മനസ്സിലാവുകയാണ്, എൻ്റെ മോനെ ആരും അപകടത്തിൽപ്പെടുത്തിയതാണ്, അല്ലാണ്ട് ബ്രാൻ താഴത്തോട് സ്വന്തം വീണതല്ല എന്നും കൂടിയും അവൾ തിരിച്ചറിയുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ അവിടെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്, ഞാൻ എന്തായാലും സ്റ്റാർക്കിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഈ കാര്യം അറിയിക്കാൻ വേണ്ടി. അപ്പോൾ കൂടുതലുള്ളവർ പറയുകയാണ്, ഞങ്ങളിൽ ആരും പോയാൽ പോരെ, വേണ്ട, നിങ്ങളിവിടെ തന്നെ നിൽക്കണം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം, ഞാൻ തന്നെ സ്റ്റാർക്കിനോട് നേരിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കണം എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ ബ്രാൻ്റെ അമ്മ. അതിൻ്റെ അടുത്തതായിട്ട് എന്താ സ്റ്റാർക്ക് അറിഞ്ഞാൽ സ്റ്റാർക്ക് തിരിച്ചു വരുമോ, അതും ഇനി അടുത്ത നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതേ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സീക്രട്ടായിട്ട് വെച്ചാൽ മതി, അല്ലാണ്ട് ആരും അറിയണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ബ്രാനെ തലോടിക്കൊണ്ട് ബ്രാൻ്റെ അമ്മ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് എങ്ങനെയാണ് ഒരാളെ വശീകരിക്കുന്നതെന്ന് നമ്മുടെ ഡെനേരിസിന് അവിടെ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാൽ ഡ്രാഗോനെ എങ്ങനെ വശീകരിക്കണമെന്നാണ്.
കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. അവൻ സീൻ കട്ടായിട്ട് നമ്മുടെ കാൽട്രാക്കോ സാധാരണ എടുത്തിട്ട് പൂശലാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഡെനേഴ്സ് ഇങ്ങനെ കുറേ ഇങ്ങനെ പിടിച്ചങ്ങ് നിർത്തിയിട്ട് അവനെ ഇങ്ങനെ വശീകരിച്ച് എടുക്കുകയാണ്. അതായത് നല്ല രീതിക്ക് ഇങ്ങനെ സുഖിപ്പിച്ചിങ്ങനെ എടുക്കുകയാണ്. അവിടെ നിന്ന് നേരെ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് ഇവരൊരു സ്ഥലത്ത് ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇവർ അത് വിശ്രമിച്ചാണ് പോകുന്നത്. അങ്ങനെ ജോഫ്രിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണാണ് അവിടെ ഉള്ളത് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ആര്യയ്ക്ക് ഇങ്ങനെ യുദ്ധമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് ഒരു മീൻ പിടിക്കുന്ന ഒരു പയ്യനായിട്ട് ഇങ്ങനെ യുദ്ധമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളുടെ ജോഫ്രി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ജോഫ്രി ഇങ്ങനെ പറയുമോ ഇവനൊക്കെ ആയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, ഇവൻ ആരാണ് ഒരു മീൻ പിടിക്കുന്ന ഒരുത്തനല്ലേ. അങ്ങനെ ആര്യക്കാണെങ്കിൽ ജോഫ്രീനെ വലിയ ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ ആ ചെറിയ പയ്യന്, അതായത് ആ പയ്യൻ്റെ മുഖത്തോട്ട് വാൾ ചൂണ്ടിട്ട് ജോഫ്രീനെ പതിയെ ഇങ്ങനെ അവൻ്റെ മുഖം ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആര്യക്ക് അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അവനൊരു തെറ്റും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ജോഫ്രീനെ പിടിച്ച് ഇങ്ങനെ തള്ളുകയാണ് കേട്ടോ നമ്മുടെ ആര്യ. അതൊരു അടി അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആയ സമയത്ത് അവൻ അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ ആര്യനെ ഇങ്ങനെ കൊല്ലാൻ പോകുന്ന സമയത്ത്, അതായത് ഇങ്ങനെ വാള് ചൂടുന്ന സമയത്ത് ആര്യയുടെ ഒരു നായുണ്ട്, അവൻ ഓടി വന്ന് നമ്മുടെ ജോഫ്രിയുടെ കൈമിനെ കടിക്കുകയാണ്. ശരിക്കും ഈ ഒരു രംഗം, അതായത് ഇനി അടുത്തായിട്ട് നടക്കുന്ന ഒരു രംഗം നമുക്ക് ശരിക്കും വിഷമം വരും കേട്ടോ. അങ്ങനെ ആര്യ അവിടെ നിന്ന് ആ വാളെടുത്ത് ഇങ്ങനെ വലിച്ചെറിയുകയാണ്. വലിച്ചെറിഞ്ഞ ശേഷം ആര്യ നേരെ ആ നായയും കൂടെ അവിടെ നിന്ന് പോയിട്ട് പറയുകയാണ്, നീ രക്ഷപ്പെട്ട് പൊക്കോ, അല്ലെങ്കിൽ നിന്നെ അവർ കൊന്നു കളയും, എനിക്ക് നിന്നെ നല്ല വിഷമമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ശരിക്കും ആ നായയുടെ മുഖത്തോട്ട് നമുക്ക് നോക്കല്ലേ നല്ല വിഷമമുണ്ട്. കാരണം ഇവൻ സ്വന്തം ആളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അങ്ങനെ നായ ഇങ്ങനെ പോണ സമയം നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു കല്ലെടുത്ത് ആ നായനെ ഇങ്ങനെ എറിയുകയാണ് നമ്മുടെ ആര്യക്ക് ശരിക്കും വിഷമം. അങ്ങനെ അവിടെ സീൻ കട്ടായിട്ട് ആര്യനെ കാണാത്തത് കൊണ്ട് നമ്മുടെ സ്റ്റാർക്കും ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്തായിരിക്കും ഒരാൾ വന്നിട്ട് പറയുന്നത് ആര്യനെ കിട്ടി, അവിടെ കൊട്ടാരത്തിലുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വേഗം വരാൻ വേണ്ടി പറഞ്ഞ് രാജാവ് വിളിച്ചെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ സ്റ്റാർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ടെൻറ്റിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് നമ്മുടെ ആര്യനെ വിചാരണ ചെയ്യുകയാണ് കേട്ടോ. അതായത് നമ്മുടെ രാജ്ഞി വളരെയധികം ദുഷ്ടത്തിയാണ്, അവളാണ് ഈ ഒരു കഥയിലെ ഏറ്റവും വലിയൊരു ദുഷ്ടത്തി. ഇതേ സമയത്ത് നമ്മുടെ രാജാവ് പറയുന്നുണ്ട് പിള്ളേരായിട്ടുള്ള പ്രശ്നമല്ല, എന്തിനാണ് നമ്മൾ ഇത്തരം വലിച്ചു നീട്ടുന്നതെന്നൊക്കെ ചോദിക്കാൻ. എന്താ നടന്നതെന്ന് നമ്മുടെ സ്റ്റാർക്കിൻ്റെ ആ മകളുണ്ടല്ലോ, അതായത് ജോഫ്രി ആയിട്ട് വിവാഹം കഴിക്കാൻ ആ മകളിൽ ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ അത് എന്തിനാണ് ഇവൻ്റെ കൈ കണ്ടാൽ തന്നെ അറിയാൻ പാടില്ല എന്നൊക്കെ, അതായത് ഇവരാണ് മുറിവ് ഏൽപ്പിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെല്ലാം മുറിവ് ഏൽപ്പിച്ചപ്പോൾ വന്നിട്ടാണ് ഇങ്ങനെ കുറേ കാലൊക്കെ ചെയ്തപ്പോൾ അപ്പോൾ നായ കയറി കടിച്ചതാണെന്ന് പറയുകയാണ്. അങ്ങനെ അവൾ അങ്ങോട്ടേക്ക് വരികയാണ്. അതായത് നമ്മുടെ ജോഫ്രിക്ക് ഇഷ്ടമുള്ള, അതായത് നമ്മുടെ സ്റ്റാർക്കിൻ്റെ മകൾ അങ്ങോട്ടേക്ക് വരികയാണ്. വന്നിട്ട് പറയുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ ഒന്നും കണ്ടില്ല നമ്മൾ കള്ളം പറയുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആര്യക്ക് ദേഷ്യം വന്നിട്ട് നീ ഒന്നും കണ്ടില്ലല്ലേ, നീ അവിടെ ഉണ്ടായിരുന്നില്ല, നീ എന്തിനാണ് കള്ളം പറയുന്നത് ചോദിച്ച് അവളെ എടുത്തിട്ട് പൂശുകയാണ് കേട്ടോ. ഇതേ സമയത്ത് രാജാവ് പറയുന്നുണ്ട് എന്തായാലും പോട്ടെ, പിള്ളേരെ തമ്മിലുള്ള പ്രശ്നമല്ല, അത് വിട്ടേക്കാൻ വേണ്ടി പറയുന്ന സമയത്താണെങ്കിൽ രാജ്ഞി പറയുന്നത് അതെന്തായാലും വിട്ടോട്ടെ, പക്ഷേ ആ നായനെ കൊല്ലണമെന്ന് പറയുകയാണ്. കാരണം ആ നായ ഒന്നും ചെയ്തിട്ടില്ല, കാരണം സ്വന്തം യജമാനത്തിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നോക്കിയത് കേട്ടോ. അങ്ങനെ ആ നായനെ കൊന്നേ പറ്റൂ. അങ്ങനെ രാജാവും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇത് സ്റ്റാർക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാജാവ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. കാരണം രാജ്ഞി, അതായത് അവൾ ഭയങ്കര ദുഷ്ടത്തിയാണ്, അവൾക്ക് അത് എന്തായാലും നായനെ കൊന്നേ പറ്റും. കാരണം ഒരു നായ ഒരു പാവൻ്റെ മുഖം കണ്ട് നമുക്ക് എങ്ങനെ കൊല്ലാൻ തോന്നണല്ലേ. അങ്ങനെ രാജാവിൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുക നിങ്ങൾ എന്തെങ്കിലും മാറ്റം ഇടാൻ നായനെ കൊല്ലണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണമെന്ന് പോവുകയാണ്. അങ്ങനെ സ്റ്റാർക്ക് തന്നെ വളർത്തിയത് കൊണ്ട് തന്നെ സ്റ്റാർക്ക് തന്നെ കൊന്നോളാമെന്ന് പറയുന്നത്, വേറെ ആരും അതിനെ കൊല്ലണ്ടെന്ന് പറയുകയാണ്. കാരണം സ്റ്റാർക്കിന് നല്ല വിഷമമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ കാണിക്കുന്നത് സ്റ്റാർക്ക് പോണ സമയത്ത് ആ മുക്കുവൻ പയ്യനെ കൊന്ന് കെട്ടി, അതായത് ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതും കാണുമ്പോൾ സ്റ്റാർക്കിന് ശരിക്കും വിഷമം വരികയാണ്. അങ്ങനെ സ്റ്റാർക്ക് നേരെ ചെല്ലുന്നത് ആ ഒരു ചെന്നായുടെ അടുത്തോടാണ്. ചെന്നായുടെ അടുത്തോട് പോകുമ്പോൾ തന്നെ ആ ചെന്നായ്ക്ക് വളരെ കൂറുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇങ്ങനെ വാലാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ മുഖം തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫീലിംഗ് ആണ് ഈ ഒരു സീൻ എന്ന് പറയുന്നത്. അങ്ങനെ കത്തിയെടുക്കുമ്പോൾ തന്നെ അത് പേടിച്ച് പോവുകയാണ്. അങ്ങനെ കഴുത്തറുത്ത് ആ ചെന്നായെ കൊന്ന് കളയുകയാണ് നമ്മുടെ സ്റ്റാർക്ക്. അതോടുകൂടി നമ്മുടെ ബ്രാൻ കണ്ണ് തുറക്കുന്നതോടും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ എന്തായാലും നടക്കാൻ പോകുന്നത്, ബ്രാൻ അവരുടെ പേര് പറയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറുതായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണുകയാണ്. ചെറിയൊരു ബൈ.